കായിക താരങ്ങൾക്കായി കോടികൾ മുടക്കി നിർമ്മിച്ച ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കാട് കയറി നശിക്കുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നാശത്തിന് കാരണമെന്നാണ് ആക്ഷേപം. അന്നമനട ഗ്രാമപഞ്ചായത്ത് മാമ്പ്ര ഫാമിലി ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി സർവീസ് റോഡിലെ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം. മുരിങ്ങൂർ ജംഗ്ഷനിൽ സാമൂഹ്യ പ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്താണ് സമരം നടത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കായിക താരങ്ങൾക്കായി കോടികൾ മുടക്കി നിർമ്മിച്ച ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കാട് കയറി നശിക്കുന്നു. പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയമാണ് ഇഴജന്തുക്കളുടെ താവളമായി കാട് കയറി നശിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നാശത്തിന് കാരണമെന്നാണ് ആക്ഷേപം. നിരപ്പല്ലാതെ കിടന്നിരുന്ന കോളേജ് ഗ്രൗണ്ട് പൈപ്പുകൾ അടക്കിയിട്ട് വാട്ടർ അതോറിറ്റി കയ്യേറിയതോടെ വിദ്യാർത്ഥികൾക്ക് കളിസ്ഥലമില്ലാതായി. ഈ സാഹചര്യത്തിലാണ് ഗ്രൗണ്ട്, ഇൻഡോർ സ്റ്റേഡിയം എന്നീ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടത്. ഇതിനായി ട്രഷറി നിക്ഷേപ ഫണ്ടിൽ നിന്നും 3 കോടി അനുവദിക്കുകയും ചെയ്തു. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തിയെങ്കിലും വുഡൻ ഫ്ലോറിംഗ് അടക്കമുള്ള പ്രവൃത്തികൾക്ക് പണം തികഞ്ഞില്ല. ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനായി BD ദേവസി MLA നിയോജക മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.57 കോടി അനുവദിച്ചു. ഇതിന്റെ ഭാഗമായി ടൈൽ വിരിക്കൽ, ടോയ്ലറ്റ് നിർമ്മിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ മുൻ MLAയുടെ കാലത്ത് തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രവൃത്തികൾ മന്ദഗതിയിലായി. വുഡൻ ഫ്ലോറിംഗ് അടക്കമുള്ള തുടർ പ്രവൃത്തികൾ നടത്താൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായില്ല. ഇതോടെ ഇൻഡോർ സ്റ്റേഡിയം കാടുകയറി നാശത്തിന്റെ വക്കിലായി. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാമ്പ്ര ഫാമിലി ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ ഇടപെടൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഇടപെടലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചാൽ 30-40 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാലാണ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരു പനി വന്നാൽ മരുന്ന് ലഭിക്കാൻ ആവശ്യമായ ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടാവും. എന്നാൽ കേരളത്തിൽ നമുക്ക് ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലും വൈദ്യശാസ്ത്ര മേഖലയുടെ എല്ലാ തട്ടുകളുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പഴയ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ FHC കൂടുതൽ സൗകര്യങ്ങളോടെ OPയും ലബോറട്ടറിയും ഒക്കെ ആയിട്ട് അത് വികസിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ മഞ്ജു സതീശൻ, KE ഇക്ബാൽ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ KK രവി നമ്പൂതിരി, MU കൃഷ്ണകുമാർ, ഷിജ നസീർ, ജോബി ശിവൻ, മോളി വർഗീസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സർവീസ് റോഡിലെ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം. മുരിങ്ങൂർ ജംഗ്ഷനിൽ സാമൂഹ്യ പ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്താണ് സമരം നടത്തിയത്. വൈകിട്ട് 5 വരെയാണ് കഴുത്തിൽ റീത്തണിഞ്ഞുകൊണ്ട് പ്രതീകാത്മക സമരം നടത്തിയത്. 15 കിലോമീറ്റർ ചുറ്റളവിൽ 4 അടിപ്പാതകൾ അവിടെ വരുന്നു. 4 അടിപ്പാതകൾ. ഈ 4 അടിപ്പാതകൾക്ക് പകരം യാത്ര ചെയ്യാനുള്ള സർവീസ് റോഡുകൾ നല്ല രീതിയിൽ നിർമ്മിക്കാതെയാണ് ഈ പാലങ്ങളെല്ലാം അടിപ്പാതകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ആമ്പല്ലൂരിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ചിറങ്ങര കഴിയുന്നത് വരെ 9 മണിക്കൂറൊക്കെയാണ് പല ദിവസങ്ങളിലും, പ്രത്യേകിച്ച് തിങ്കൾ ശനി ദിവസങ്ങളിൽ 9 മണിക്കൂർ ഈ നാഷണൽ ഹൈവേ റോഡ് ഈ കിടക്കാമെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചേക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച 8 മണിക്കൂറാണ്. കോട്ട ആശ്രമത്തിൻ്റെ അവിടെ വരെ ബ്ലോക്കായിരുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, ജോലിക്കാർക്ക് സമയത്ത് ജോലിക്കെത്താൻ സാധിക്കുന്നില്ല, ആംബുലൻസിന് സുഗമമായിട്ട് ഹോസ്പിറ്റലിൽ രോഗികളെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ വേണമെങ്കിൽ അനുഭവിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ തനി വിഡ്ഢികളാണെന്നുള്ള രീതിയിലാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്.
ഐരാണിക്കുളം GHS സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഒരു നല്ല പരിശ്രമത്തിൽ നിന്ന് ഇപ്പോൾ 153 കുട്ടികളായി 2 അക്കം കടന്ന് 3 അക്കത്തിലേക്ക് വിദ്യാലയത്തിൻ്റെ സ്ട്രെങ്ത് എത്തി നിൽക്കുന്നത്. ഈ 3 അക്കം എന്നുള്ളത് 3 അക്കത്തിൽ തന്നെയാണെങ്കിൽ പോലും കൂടുതൽ കുട്ടികളുള്ള ഒരു വിദ്യാലയമായി ഇത് മാറട്ടെ എന്നാണ് ആദ്യമായി ആശംസിക്കാനുള്ളത്. 33 കുട്ടികൾ SSLCക്ക് എഴുതി 100% കഴിഞ്ഞ 14 വർഷക്കാലമായി വിജയം നേടുന്നു. 6 കുട്ടികൾ ഫുൾ A+ വാങ്ങിയ കുട്ടികളായി നിൽക്കുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ 12ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിദ്യാലയത്തിൻ്റെ യാത്രാ സൗകര്യവും മറ്റു ഭൗതിക സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മികച്ച ഒരു അക്കാദമിക് നിലവാരത്തിലേക്ക് വരാൻ ഐരാണിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു വസ്തുത തന്നെ. കോഡൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ S. രാധിക, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PS. സന്തോഷ് കുമാർ സമ്മാന വിതരണം നിർവഹിച്ചു. പ്രധാന അധ്യാപിക PM. ജയശ്രീ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ ലിയോ, നന്ദിത വിനോദ്, SMC ചെയർമാൻ CP. ശ്രീനിവാസൻ, PTA പ്രസിഡന്റ് രഹാന കിഷോർ, മുൻ പ്രധാന അധ്യാപകരായ CB. സുധ, PN. സുധീഷ്, OSA സെക്രട്ടറി PV. അരുൺ, PE. ജോബി, MU. സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകൾ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ അന്നമനടിയിലെ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ, VA തിലകൻ, അബ്ദുൽ കരീം, PD. ജോസ്, നൌഷാദ് വാളൂർ, അഡ്വക്കേറ്റ് നിർമ്മൽ C. പാത്താടൻ, MH. ഫൈസൽ, KK. രവി നമ്പൂതിരി, രാഹുൽ വിജയൻ, സാനി ചക്കാലക്കൽ, ഡേവിസ് കുര്യൻ, VG. സുമേഷ്, VA. ഫസൽ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ മാളയിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മാള ഇന്ദിര ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി ടൗണിൽ സമാപിച്ചു. ഇന്ദിര ശിവരാമൻ, ജോഷി കാഞ്ഞൂത്തറ, AC. ജോയ്, ഡെയ്സി തോമസ്, KR. പ്രേമ, ഷേളി ജോയ്, സന്തോഷ് ആത്തപ്പള്ളി, വത്സൻ പഴൂക്കര, മറ്റു പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ ട്രാവലർ തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് ചാലക്കുളത്തായിരുന്നു സംഭവം. അമിത വേഗത്തിൽ വന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് മാണിക്യത്തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ മേത്തല സ്വദേശി ഷൈൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വഴിയോര കച്ചവട തൊഴിലാളികളോടുള്ള നഗരസഭ ഭരണസമിതിയുടെ ധിക്കാര നടപടികളിൽ പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25, 26 തീയതികളിൽ നഗരസഭ ഓഫീസിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ 25-ന് പകൽ 10-ന് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജിനി രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി TO വിൻസെന്റ്, ബാബു നാരായണൻ, ആൻഡ്രു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S. സുധീർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഗേൾസ് സ്കൂൾ പ്രിൻസിപ്പൽ KK താജുദ്ദീൻ, വായനശാല സെക്രട്ടറി PM. സുനിൽകുമാർ, വായനശാല കമ്മിറ്റി അംഗം V. കുമാരി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെയും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 26-ന് ഉച്ചതിരിഞ്ഞ് 2:30-ന് ബിരുദാനന്ദ ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സോജോ കണ്ണമ്പുഴ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ K. കൃഷ്ണകുമാർ, ഡോക്ടർ സിസ്റ്റർ ജിജി മോളി മാത്യു, കോർഡിനേറ്റർ ഡോക്ടർ MP. കവിത എന്നിവരും സംബന്ധിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിലെ 8-ാം വാർഡിലെ ലക്ഷ്മി അംഗൻവാടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പെരിഞ്ഞനം 8-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ ജാഥയും ധർണയും നടത്തി. പെരിഞ്ഞനം കോവിലകം സെന്ററിൽ നിന്നും ആരംഭിച്ച സമരം BJP കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി നിശാന്ത് ഈരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു.
വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ കമ്മാറ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സഞ്ജയ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി KB അജയ് ഘോഷ്, വൈസ് പ്രസിഡന്റ് ഹർഷൻ, BJP മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഭാഗ്യക്കുറിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ 28% GST പിൻവലിക്കണമെന്ന് ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഏരിയ കൺവെൻഷൻ CITU ഏരിയ സെക്രട്ടറി EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MK പ്രതാപൻ അധ്യക്ഷനായി. TB ദയാനന്ദൻ, PP അനിരുദ്ധൻ, MS നാരായണൻ, TS ഗോപിനാഥ്, പീറ്റർ റോഡ്രിഗ്സ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കായിക താരങ്ങൾക്കായി കോടികൾ മുടക്കി നിർമ്മിച്ച ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കാട് കയറി നശിക്കുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നാശത്തിന് കാരണമെന്നാണ് ആക്ഷേപം. അന്നമനട ഗ്രാമപഞ്ചായത്ത് മാമ്പ്ര ഫാമിലി ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി സർവീസ് റോഡിലെ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം. മുരിങ്ങൂർ ജംഗ്ഷനിൽ സാമൂഹ്യ പ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്താണ് സമരം നടത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.